സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. 4 മോഡൽ ക്വസ്റ്റ്യൻസ് ഇന്ന് ഞാൻ ഇതിനൊപ്പം ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ നോക്കി ചെയ്ത് പഠിക്കുക. പരീക്ഷ അടുത്തിരിക്കുന്നു, അതുകൊണ്ട് ചെയ്ത് പഠിക്കണം. ഇത് പരീക്ഷയ്ക്ക് വന്ന ക്വസ്റ്റ്യൻ ആണ്. 1/4 ഓഫ് ദി ബേർഡ്സ് ഓഫ് എ ഫ്ലോക്ക്. 1/4 എന്ന് പറഞ്ഞാൽ 1/4 ആണ്. ആർ അറ്റ് ദ റിവർ ബാങ്ക് ആൻഡ് 1/5 എന്ന് പറഞ്ഞാൽ 1/5 ഓഫ് ദാറ്റ് ഫ്ലോക്ക് ആർ ഇൻ ദർ നെസ്റ്റ്. റിമൈനിങ് 22 birds are wandering in search of food. What is the number of birds which are in their nest? കൂട്ടിലിരിക്കുന്ന കിളികൾ നമുക്ക് കാണേണ്ടത്. കിളികളുടെ ആകെ എണ്ണം നമുക്ക് തന്നിട്ടില്ല. 4-1 റിവർ ബാങ്കിലാണ് തീർത്ഥം നടക്കുക. 4-1 പേര്, 5-1 പേര് കൂട്ടിലിരിക്കുക. അപ്പോൾ കൂട്ടിലിരിക്കുന്നവർ 5-1. അപ്പം നമുക്ക് ഈ ടോട്ടൽ ബേർഡ്സിനെ നമുക്ക് എക്സ് എന്ന് എടുക്കാം. എക്സ് ഇട്ട് ചെയ്യേണ്ട ഒരു കണക്കാണിത്. ടോട്ടൽ ബേർഡ്സ് ഈസ് ഈക്വൽ ടു എക്സ്. അപ്പോൾ എക്സിൽ നിന്ന്, ആകെയുള്ള ബേർഡ്സിൽ നിന്ന് 1/5 പേര് എവിടെയാണ് ഇരിക്കുന്നത്? റിവർ ബാങ്കിലാണ്. 1/4 പേര് റിവർ ബാങ്കിലാണ്. അതും പിന്നെ 1/5 പേരോ കൂട്ടിലിരിക്കുക. 1/5 പേര്, ഇത് രണ്ടും കൂടി എക്സിൽ നിന്ന് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 22 ആണെന്ന് പറഞ്ഞിട്ട്, ബാക്കിയുള്ളവർ 22. അപ്പോൾ ആകെയുള്ള ബേർഡ്സിൽ നിന്ന് 1/4 റിവർ ബാങ്കിലുള്ളവരെ 1/5 കൂട്ടിലിരിക്കുന്നവരെയും കൂടെ കുറച്ച 22 ബേർഡ്സ് എന്ന് നമുക്ക് കിട്ടും. അപ്പം നമുക്ക് എക്സ് കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? എക്സ് മൈനസ്, ഇനി 1/5 ആണല്ലോ. അപ്പോൾ എക്സിൻ്റെ 1/5 ആണ് കേട്ടോ. എക്സിൻ്റെ, അതായത് ആകെയുള്ള ബേർഡ്സിൻ്റെ 1/5 ആണ് എവിടെ ഇരിക്കുന്നത്? റിവർ ബാങ്കിലും അതുപോലെ തന്നെ നെസ്റ്റിലും ഇരിക്കുന്നത്. അപ്പം എക്സ് ഇൻറ്റു 1/4 ആണ്. എക്സ് ഇൻറ്റു 1/4 പ്ലസ് എക്സ് ഇൻറ്റു 1/5 ഈസ് ഈക്വൽ ടു 22 എന്ന് വരും. ഇനി എക്സിൽ നിന്ന് എക്സ് ഇൻറ്റു 1 ഈസ് ഈക്വൽ ടു x/4. എക്സ് ഇൻറ്റു 1 x/4 പ്ലസ് x/5 ഈക്വൽസ് 22. x/4 പ്ലസ് x/5. നമുക്ക് ഇത് ഫ്രാക്ഷൻ ആയതുകൊണ്ട് ഇതിനെ LCM കാണണം. 5-ൻ്റെ 4-ൻ്റെ LCM 20 എന്ന് വരും. LCM ഈസ് ഈക്വൽ ടു 20. ഇനി നമുക്കിതിനെ എല്ലാത്തിനും 20 കൊണ്ട്, ഇതിൻ്റെ ഡിനോമിനേറ്റർ 1 എന്ന് എടുക്കുക. അപ്പം 1നെ 20 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ 20 ആകാൻ. അപ്പം 20xy, അതിനെ ന്യൂമറേറ്ററിനെ ഇതുകൊണ്ട് 20 കൊണ്ട് ഇൻറ്റു ചെയ്യണം. 20x/20 എന്ന് വരും. 20x/20. അതായത് ഇതിനെ ഡിനോമിനേറ്റർ മൈനസ് ചെയ്യാനാണല്ലോ. അപ്പോൾ ഇതിൻ്റെ ഡിനോമിനേറ്റർ 20 ആക്കണം. LCMന് തുല്യം ആക്കണം. അതുകൊണ്ട് ഇതിനെ 1നെ 20 കൊണ്ട് ഇൻറ്റു ചെയ്താലേ പറ്റുള്ളൂ. അപ്പം ന്യൂമറേറ്ററിനെ അതുകൊണ്ട് ഇൻറ്റു ചെയ്യണം. മൈനസ്, ഇനി ഇവിടെ 5 കൊണ്ട്, ഈ 4നെ 5 കൊണ്ട് ഇൻറ്റു ചെയ്ത്, അപ്പം ന്യൂമറേറ്ററിനെ എന്ത് ചെയ്യണം? 5 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പോൾ 5x/20 പ്ലസ് ബ്രാക്കറ്റിലിടണം. അത് 20 പ്ലസ് 4x, 4 കൊണ്ട് 5നെ 4 കൊണ്ട് ഇൻറ്റു ചെയ്താൽ 20 ആവുള്ളൂ. അപ്പം ന്യൂമറേറ്ററിനെ 4 കൊണ്ട് ഇൻറ്റു ചെയ്യുക. 4x/20. അപ്പം 5xും 4x കൂടെ കൂട്ടുമ്പോൾ എത്ര വരും? 20x/20 മൈനസ് 9x ഈസ് ഈക്വൽ ടു 22. അപ്പോൾ എന്ത് ചെയ്യണം? 20xന് 9x പോയാൽ 11x ഈസ് ഈക്വൽ ടു 20. 11x/20 ഈസ് ഈക്വൽ ടു 22. അപ്പോൾ എക്സ് കാണാൻ എന്ത് ചെയ്യണം? എക്സ് ഈസ് ഈക്വൽ ടു 20 അപ്പുറത്തോട്ട് കൊണ്ട് ഇൻറ്റു ചെയ്യണം. 22 ഇൻറ്റു 20/11. 22-ൽ 11 2 പ്രാവശ്യം. 20 ഇൻറ്റു 2 40 ബേർഡ്സാണ് ആകെ. എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആകെ ബേർഡ്സിനെ എടുത്തേ. അപ്പോൾ ഇതിൻ്റെ നെസ്റ്റ് കാണാൻ എന്ത് ചെയ്യണം? കൂട്ടിലിരിക്കുന്ന ബേർഡ്സിനെ കാണാൻ എന്ത് ചെയ്യണം? ആകെയുള്ള ബേർഡ്സിൻ്റെ 1/5 ആണ് നെസ്റ്റിലെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. 1/5 എന്ന് നമുക്ക് ക്വസ്റ്റിനിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് 40ൻ്റെ 40 ഇൻറ്റു 1/5. അപ്പോൾ 40-ൽ 5 8 ടൈംസ് ഈസ് ഈക്വൽ ടു 8 ബേർഡ്സാണ് ഉള്ളത്. ഇത്
കേട്ട് പഠിക്കുക, ചെയ്ത് പഠിക്കുക. ബുക്കിലേക്ക് ചെയ്ത് വേണം ഇത് പഠിക്കാൻ, അല്ലെങ്കിൽ ശരിയാവത്തില്ല. ബുക്കിലേക്ക് ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് നന്നായിട്ട് കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യന്, if the number of b is less than the number of b is 10% less than another number c and c is 5% more than 150 എന്നാ പറഞ്ഞിരിക്കുന്നത്. എങ്കിൽ ബിയുടെ വാല്യൂ എത്രയാണെന്നാണ് ഇവിടെ ചോദ്യം. അപ്പോൾ നമുക്ക് ബി തന്നിട്ടുണ്ട്. ബി ഈസ് ഈക്വൽ ടു സിയുടെ നിന്ന് 10% കുറവാണ്. സി മൈനസ് 10/100 വരും. അതാണ് ബി എന്ന് പറയുന്നത്. അപ്പം സി എന്ന് പറയുന്നതോ സി ഈസ് ഈക്വൽ ടു 150യിൽ നിന്ന് മോർ ദാൻ 150, 150യേക്കാൾ 5% കൂടുതലാണ്. അപ്പോൾ 150യോട് കൂടി 150 പ്ലസ് 150യുടെ 5% കൂട്ടണം. അപ്പോൾ എത്ര വരും അത്? 5%. ഇതുകൊണ്ട് കട്ടിയ 2 കിട്ടും. 15ൻ്റെ പകുതി 7.5. അപ്പം 150യോട് 7.5 കൂട്ടും 157.5 കിട്ടും. ഇനി ഈ സി എന്ന് പറയുന്നത് എന്താണ്? 157.5. ഇനി ബി നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 157.5 സി എന്ന ഈ നമ്പറിൽ നിന്ന് 150 സിയുടെ, അതായത് 157.5ൻ്റെ 10% മൈനസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ബി എന്നുള്ള നമ്പർ കിട്ടുന്നത്. അപ്പോൾ അതിന് 10% എത്ര വരും? 15.75 കിട്ടും. അപ്പോൾ 157.5 മൈനസ് 15.7, അത് 10 വരെ ഒരു സ്ഥാനം അവിടെ എടുത്തോട്ട് മാറ്റി പോയിന്റ് കൊടുത്താൽ മതി. ഈസ് ഈക്വൽ ടു 141.75 കിട്ടും. അപ്പോൾ ഇതാണ് അതിൻ്റെ ആൻസർ. ഇതും വീണ്ടും ചെയ്ത് പഠിക്കുക. 141.75 ഇത് വീണ്ടും നിങ്ങൾ ചെയ്ത് പഠിക്കുക. ഇനി ബാക്കി ഇത് ഒത്തിരി പാടുള്ള ക്വസ്റ്റ്യനാണ്, അതുകൊണ്ട് ചെയ്ത് പഠിക്കുക. ബാക്കിയുള്ള ക്വസ്റ്റ്യനായിട്ട് ഞാൻ അടുത്ത ക്ലാസ്സിൽ വരുന്നതായിരിക്കും. ഇതുകൊണ്ട് മതി. താങ്ക് യു.